കേരള സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു അപേക്ഷ കൂടി ഇപ്പോൾ ഓഫ്ലൈൻ ആയിട്ട് വിളിച്ചിട്ടുണ്ട്. PSC ആണ് കേട്ടോ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്നതല്ല, ഒരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ്. അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 2/9/2026 ആണ്. അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ 097/2026 ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. വൈൽഡ് ലൈഫിലേക്ക്, അതായത് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്, അതായത് കൃത്യമായി പറഞ്ഞാൽ വനവും വന്യജീവി വകുപ്പിലേക്കുമാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ഫോറസ്റ്റ് വാച്ചർ പ്രത്യേക റിക്രൂട്ട്മെന്റ് ആണ്, സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. 23,000 മുതൽ 50,200 വരെ, 50,200 വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റ് ആണ്. ജില്ലാ അടിസ്ഥാനത്തിൽ വയനാട് 7 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പുരുഷന്മാർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ നിയമന രീതി വനത്തെ മാത്രം ആശ്രയിച്ച് ഉപജീവനം നടത്തുന്ന പുരുഷന്മാരായ പട്ടികവർഗ ആദിവാസികളിൽ നിന്ന് നേരിട്ടിട്ടുള്ള നിയമനമാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇതാണ് നിയമന രീതി എന്ന് പറയുന്നത്. എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഈ രീതിയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ പരമാവധി പ്രായപരിധി നോക്കുകയാണെങ്കിൽ പ്രായപരിധി പറഞ്ഞുള്ളത് 18 to 50 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. 2/1/1976 1/1/2008 ഈ ഡേറ്റിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലോ ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അപേക്ഷിക്കേണ്ട യോഗ്യത നോക്കുകയാണെങ്കിൽ വയനാട് ജില്ലയിലെ വനാതിർത്തിയിലോ അല്ലെങ്കിൽ വനത്തിലോ ഇവിടെ എവിടെയെങ്കിലും ജീവിക്കുന്ന ആളായിരിക്കണം എന്നുള്ളത് വ്യക്തമായി പറയുന്നുണ്ട്. വനത്തിലോ ഉള്ള ആദിവാസി സെറ്റിൽമെന്റുകളിൽ താമസിക്കുന്ന ആരോഗ്യവാന്മാരും സാക്ഷരരുമായിട്ടുള്ള പുരുഷന്മാർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വയനാട് ജില്ലയിലെ വനത്തെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ആദിവാസികൾ അവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതും പട്ടികവർഗം, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട്, പട്ടികവർഗ ആദിവാസികളിൽ നിന്നുള്ള അപേക്ഷയാണിത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. സോ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ നിലവിൽ എന്ത് ചെയ്യാം, ഇതിന് അപേക്ഷ കൊടുക്കാനായിട്ട് സാധിക്കും. അപേക്ഷിക്കേണ്ട രീതി ഇവിടെ പറയുന്നുണ്ട്. ഇതോടൊപ്പം നൽകിയിരിക്കുന്ന മാതൃകയുണ്ട്, മാതൃക താഴെ ഞാൻ പറയാം. അത് വെള്ള പേപ്പറിൽ എഴുതിയോ അല്ലെങ്കിൽ ടൈപ്പ് റൈറ്റ് ചെയ്തോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അപേക്ഷ അയക്കേണ്ടത് വയനാട് ജില്ലാ പബ്ലിക് സർവീസ് കമ്മീഷൻ ഓഫീസറുടെ മേൽവിലാസത്തിൽ അയക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപേക്ഷാ ഫീസ് ഇല്ല. കവറിൻ്റെ മുകൾ ഭാഗത്ത് അപേക്ഷിക്കുന്ന തസ്തികയുടെ പേര്, അതുപോലെ തന്നെ വകുപ്പിൻ്റെ പേര്, കാറ്റഗറി നമ്പർ എന്നിവ എഴുതേണ്ടതാണ്. ഉദ്യോഗാർത്ഥിയുടെ പേരും മേൽവിലാസവും കവറിൻ്റെ ഇടതുവശത്തും അതുപോലെ അപേക്ഷ അയക്കേണ്ട വിലാസം കവറിന് വശത്തും എഴുതേണ്ടതാണ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇതാണ് അപേക്ഷിക്കേണ്ട ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇത് ഫില്ല് ചെയ്തിട്ടാണ് അയക്കേണ്ടത്. നോട്ടിഫിക്കേഷൻ മലയാളത്തിലാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ വായിച്ച് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നേരത്തായ ഡിസ്ക്രിപ്ഷനിലാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ലിങ്ക് കൊടുത്തിട്ടുള്ളത്. ഓഫ്ലൈൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ അത്യാവശ്യമാണ്. ഡിസ്ക്രിപ്ഷനിൽ നോട്ടിഫിക്കേഷൻ ഉണ്ട്. അതെടുക്കാനായിട്ട് നമ്മുടെ ടൈറ്റിലിൻ്റെ ആ ഒരു ഭാഗത്ത്, ഇതിൻ്റെ ഹെഡിങ് കൊടുത്ത ആ ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ, വീഡിയോൻ്റെ തൊട്ട് താഴെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷനിലേക്ക് പോകും. അവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പ്രത്യേകിച്ച് മറ്റ് വിദ്യാഭ്യാസ യോഗ്യതകളൊന്നും പറയുന്നില്ല, സാക്ഷരരായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എഴുതാനും വായിക്കാനും അറിയുന്നവർക്ക് അപേക്ഷിക്കാം. പക്ഷേ ഈ പറഞ്ഞ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് വയനാട്ടിലുള്ള ആദിവാസികൾക്കുള്ളതാണെന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങളുടെ അറിവിൽ ഈ പറഞ്ഞ യോഗ്യതകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക്, അങ്ങനെയുള്ള സുഹൃത്തുക്കളിലേക്ക് പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യാനായിട്ട് മറക്കേണ്ട.